ഹൈ ഡിയേഴ്സ്, ഒരു A+ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ്. 5 മാർക്കിനാണ് ഈ ചോദ്യം എക്സാമിന് നിങ്ങൾക്ക് വരിക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായി ഈ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലേ, പാറ്റേൺ തന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ തവണ എക്സാമിന് വന്നതാണ്, ഇനിയും വരും. നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. 5 മാർക്കാണ് കയ്യിലുള്ളത്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടാവും. 1 2 3 അടുത്തത് 4 5 6 7 8 9 10. A ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ അടുത്ത 2 വരി എഴുതാൻ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇതിന്റെ ബാക്കി എഴുതാൻ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി എഴുതുക? 7 8 9 10 എത്തിയില്ലേ? ബാക്കി വരുന്ന സമയത്ത് 11 12 13 14 15 ഇങ്ങനെയല്ലേ വരിക? ഒരെണ്ണം കൂടെ കൂടുതൽ വന്നു അല്ലേ? അവിടെ 10 14 നിർത്താൻ പറ്റില്ല, നമുക്ക് ഒരെണ്ണം കൂടെ കൂടുതൽ എഴുതണം, 15 ആക്കണം. അപ്പൊ അടുത്ത ലൈൻ എഴുതുന്ന സമയത്ത് എന്ത് വരും? നെക്സ്റ്റ് 2 ലൈൻസ് അല്ലേ എഴുതാൻ പറഞ്ഞേ. അപ്പൊ അടുത്തത് എഴുതണം 16 17 18 19 20 എത്രയാ? 21 വരെ ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് 2 ലൈൻസ് പരിപാടി കഴിഞ്ഞ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. കിട്ടി, 1 മാർക്ക് കിട്ടി. രണ്ടാമത്തേലേക്ക് പോയി നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് ആർ there in the 10th ലൈൻ? 10ാമത്തെ വരിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? മലയാളം ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 10ാം വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണ്ടേ? ഒന്നാമത്തെ വരിയിൽ ഒരു നമ്പർ ആണുള്ളത്, ഒറ്റൊന്നേ ഉള്ളൂ. രണ്ടാമത്തെ വരിയിൽ 2 എണ്ണം, മൂന്നാമത്തത് 3, നാലാമത്തത് 4. ടെക്നിക്ക് പിടി കിട്ടിയല്ലോ. അപ്പൊ 10ാമത്തെ വരിയിൽ എത്ര എണ്ണം ഉണ്ടാവും? 10ാമത്തെ വരിയിൽ 10 എണ്ണം ഉണ്ടാവും. അതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ബി ക്വസ്റ്റ്യൻ ആൻസർ 10th ലൈനിൽ 10 ടേംസ് ആണ് ഉണ്ടാവുക. 10ാമത്തെ വരിയിൽ 10 എണ്ണം. അപ്പൊ എ ക്വസ്റ്റ്യൻ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. ബി ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ കിട്ടി, 10 ആൻസർ കിട്ടി. ഇനി സി നോക്കിക്കോണേ, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കഥ മാറാൻ പോവാണ്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ? 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള് ആരാന്നാണ് ചോദിക്കുന്നത്. 10ാമത്തെ വരിയിലെ അവസാനത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി അങ്ങോട്ട് നോക്കണേ. ഇനി ഞാൻ പറയുന്ന ഐഡിയ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പരിപാടി മനസ്സിലാക്കിയാൽ ബാക്കി ഇങ്ങനത്തെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഒന്നാമത്തെ വരിയിൽ ഒരെണ്ണം, ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തേൽ 2, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി വെച്ചേ. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, 2 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട്? ആദ്യത്തെ 2 വരിയിലും കൂടെ, ഒന്നാമത്തേൽ 1ഉം രണ്ടാമത്തേൽ 2ഉം ആണെങ്കിൽ 1 + 2 3 അല്ലേ കിട്ടുക? 2 വരിയിലും കൂടെ 3 ആളല്ലേ ഉണ്ടാവുക? നിങ്ങൾ എണ്ണി നോക്ക്. 1 2 3 റെഡിയാ. 2 വരിയിലും കൂടെ 3 ആളുണ്ട്. നോക്കേ. ഇനി അടുത്തത് അങ്ങനെ ഞാൻ ചോദിക്കാണ്, 3 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട്? 1 + 2 + 3. ഇത്രയും അല്ലേ 3 വരിയിലും കൂടെ ഉണ്ടാവുക? അത് എത്ര എണ്ണ? അത് 6 എണ്ണം ഉണ്ടാവും. 6 എണ്ണം. 6 അല്ലേ ഉണ്ടാവുക? 1 + 2 + 3 6 കിട്ടും. ഓക്കെ ആണേ. ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് പറയാൻ പോവാണ്. കേട്ടോ. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, 2 വരിയിലും കൂടെ 3. ആ 3ന് ഒരു പ്രത്യേകത ഉണ്ട്. 2 വരിയിലും കൂടെ 3 ആൾക്കാരുണ്ട് എന്ന് പറയുന്നതിന് പുറമെ നിങ്ങൾക്ക് പറയാം, രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ ആളെ കണ്ടോ? അത് ആ 3 തന്നെയാണ്. ഇല്ല സാറേ, ക്ലിയർ ആയില്ല, ഒന്നും കൂടെ റെഡിയാക്കി തരുമോ? ഞങ്ങൾക്ക് കുറച്ചുകൂടെ സംശയമുണ്ട്. അങ്ങനെയല്ലേ ഇപ്പൊ തോന്നുന്നേ? നോക്കിക്കോണേ. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തേൽ 2, മൂന്നാമത്തേൽ 3. അങ്ങനെ 3 വരിയിലും കൂടെ 6. ആ 6 തന്നെയായിരിക്കും മക്കളെ മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ ആള്. അപ്പൊ 4 വരിയിലും കൂടെ 1 + 2 + 3 + 4 എന്ന് പറഞ്ഞാൽ 10 കിട്ടൂലേ? ആ 10 തന്നെയാണ് 4ാമത്തെ വരിയിലെ അവസാനത്തെ ആൾ. ഇപ്പൊ നിങ്ങൾ ട്രാക്കിൽ കയറിയോ? ഇനി ഞാൻ ഒരൊറ്റ തവണ റിലാക്സ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയും, അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ നോക്കിക്കോണേ. ഒന്നാമത്തെ വരിയിൽ ഒരാള്, റെഡി. രണ്ടാമത്തെ വരിയിൽ 2 ആള്, 2 വരിയിലും കൂടെ 3 ആള്, 2 വരിയിലും കൂടെ 3 ആൾ. ആ 3 തന്നെയാണ് രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ ആള്. 3 വരിയിലും കൂടെ 6 ആള്, ആ 6 തന്നെയാണ് മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ ആള്. 3 വരിയിലും കൂടെ 10 ആള്, ആ 10 തന്നെ, 3 അല്ല 4, 4 വരിയിലും കൂടെ 10 ആള്, ആ 10 തന്നെയാണ് 4ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. ഇങ്ങനെ ഒരു ട്രാക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ച ചോദ്യം 10ാം വരിയിലെ അവസാനത്തെ ആൾ ആരാന്നല്ലേ ചോദിച്ചേ? ഈ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. 10ാമത്തെ വരിയിലെ അവസാനത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വരിയിൽ ഒരാള്, രണ്ടാമത്തെ വരിയിൽ 2 ആള്, മൂന്നാമത്തെ വരിയിൽ 3 ആള്, ഇങ്ങനെ പോയി 10ാമത്തെ വരിയിൽ 10 ആള്. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ പോരെ? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാൻ നമുക്ക് എന്താ ചെയ്യാ? ഇത് ആഡ് ചെയ്യാൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ നമ്മൾ പഠിച്ചതല്ലേ? n × n + 1/2. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. 10 × 11/2 ആൻസർ 55 എന്ന് ആൻസർ കിട്ടും. നമ്മൾ പഠിച്ച നമ്മുടെ ലോജിക് അനുസരിച്ച് 10 വരിയിലും കൂടെ 55 ആളുണ്ട്. അത് മാത്രല്ല 10ാമത്തെ വരിയിലെ അവസാനത്തെ ആളും ആ 55 തന്നെ ആയിരിക്കും.
അതോടുകൂടെ നമുക്ക് ആ കാര്യം കിട്ടി. ലാസ്റ്റ് ടേം ഓഫ് 10th ലൈൻ. ഇതല്ലായിരുന്നോ ചോദ്യം? 10ാമത്തെ വരിയിൽ അവസാനത്തെ ആളാരാ? അവസാനത്തെ ആൾ 55 തന്നെയാണ്. ഐഡിയ മനസ്സിലായോ? ഈ ഒരു ട്രാക്ക് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് നോക്കി വെക്കുക. ഒരു റൗണ്ട് കൂടെ ഒന്ന് റിവൈസ് എടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് എടുത്ത് കാണണം കേട്ടോ. ഓക്കെ ആണേ. എന്നാൽ ഡി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാണ്. ഡി ക്വസ്റ്റ്യൻ, 10ാമത്തെ വരിയിലെ ആദ്യത്തെ ആള് ആരാ? 10th ലൈനിലെ ഫസ്റ്റ് ടേം ആരാന്നാണ് ചോദിക്കുന്നത്. 10ാമത്തെ ആള് നമുക്ക് കിട്ടി. 10ാമത്തെ ആള് 55 ആണ്. മക്കളെ നോക്കിക്കോണേ, 10ാമത്തത് 55. 10ാമത്തെ വരിയിൽ ആകെ 10 ആൾക്കാരുണ്ട്. ഒക്കെ ഒരു 10ന്റെ കളിയാ അല്ലെ? 10ാമത്തെ വരിയിൽ ആകെ 10 ആളുകള്. ആ 10ാമത്തെ ആള് 55. അവിടുത്തെ ഒന്നാമത്തെ ആൾ ആരാന്നല്ലേ നമ്മളോട് ചോദിച്ച്? ആ വരിയിലെ ഒന്നാമൻ ആരാന്നല്ലേ നമ്മളോട് ചോദിച്ച്? 10ാമത്തെ ആള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നാമത്തത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10ൽ നിന്ന് 1ലേക്ക് പോകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -9 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്താൽ പോരെ? 9D കുറച്ചാൽ നമുക്ക് പുറകോട്ട് വന്നൂടെ? ഇവിടെ നിങ്ങൾക്ക് D ഒന്നും ചെയ്യാനുണ്ടാവില്ല. കാരണം എന്താ? നാച്ചുറൽ നമ്പറാ. 1 2 3 4 D എന്ന് പറഞ്ഞാൽ 1 അല്ലേ വരിക? കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പൊ നിങ്ങൾ ഈ D എഴുതിയില്ലേലും പ്രശ്നമൊന്നുമില്ല. D എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് വരിക. അപ്പൊ ഓക്കെ, 55ൽ നിന്ന് ആ 9 അങ്ങോട്ട് കുറച്ചിട്ട് നമുക്ക് 46 ആയിരിക്കും മക്കളെ നിങ്ങൾക്ക് വരിക. ആ വരിയിലെ ഏത് വരി? ഈ x1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? 10th ലൈനിലെ ലാസ്റ്റ് ടേം അല്ല, ഫസ്റ്റ് ടേം കേട്ടോ. ഫസ്റ്റ് ടേം ഓഫ് 10th ലൈൻ. ആൻസർ കിട്ടി 46. 10ാം വരിയിലെ ആദ്യ പദം, മലയാളത്തിൽ ഇതാണെങ്കിൽ 10ാം വരിയിലെ ആദ്യ പദം 46 ആണ്. അവസാനത്തെ ആള് 55 നമുക്ക് നേരത്തെ കിട്ടി. ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ, 10ാം വരിയിലെ പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ 10th ലൈൻ. 10th ലൈനിലെ നമ്പേഴ്സിന്റെ സമ്മ് കാണാനാ പറയുന്നത്. സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നിങ്ങൾ കുറേ ഇക്വേഷൻ പഠിച്ചില്ലേ സമ്മിന്? അതിൽ സമ്മിന്റെ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനെ എഴുതാറില്ലേ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം അല്ലേ? 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുകയാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. 10th ലൈനിലെ സമ്മ് കാണണം. അപ്പൊ n എത്രയാ? 10th ലൈനിൽ ആകെ 10 ആൾക്കാരല്ലേ ഉള്ളത്. അപ്പൊ n-ന് പകരം 10 കൊടുത്താൽ മതി. 10/2. ഫസ്റ്റ് ടേം, എവിടുത്തെ ഫസ്റ്റ് ടേം? ചാടി കയറി നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അറിയാതെ ഫസ്റ്റ് ടേം 1 വെച്ച് ചെയ്തു പോകും. 1 അല്ല എടുക്കേണ്ടത്. 1 പറയുന്നത് ഇവിടെ ആദ്യത്തെ ടേം ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് 10th ലൈനിലത്തെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ 10th ലൈനിലെ ഫസ്റ്റ് ടേം ആണ് നമ്മൾ അവിടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. 10th ലൈനിലെ ഫസ്റ്റ് ടേം 46 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ 10th ലൈനിലെ ലാസ്റ്റ് ടേം 55 ആണെന്ന് നമുക്കറിയാലോ. ഇത് വെച്ചാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. 10/2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 5 ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ ആൻസർ ആയില്ലേ? എത്രയാ? 6 5 കൂടെ 11 1, ബാക്കി ഒരു 1 അല്ലേ? 5 4 9 1 കൂടെ 10, 101 എന്ന് വരും. 101നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 505. 505. 505 എന്നായിരിക്കും ആൻസർ വരിക. 10ാമത്തെ വരിയിലെ ടേംസിന്റെ സമ്മ് 505 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള കാര്യം, നമ്മൾ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ്, ആ പോയിന്റ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ്? 1ാമത്തെ വരിയിൽ ഒരാൾ, 2ാമത്തെ വരിയിൽ 2 ആള്, 2 വരിയിലും കൂടെ 3 ആള്. ആ 3 തന്നെയാണ് 2ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. 3 വരിയിലും കൂടെ 6 ആള്. ആ 6 തന്നെയാണ് 3ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. ഈ ലോജിക്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ 10 വരിയിലും കൂടെ നമുക്ക് 55 കിട്ടി. ആ 55 തന്നെയാണ് 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. റെഡി അല്ലേ? ഇനി നിങ്ങൾക്കൊരു ചാൻസ് തരുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഈ 10ന് പകരം ഞാൻ 20 ആണ് തന്നതെന്ന് വിചാരിക്കാം. എന്ന് നിങ്ങൾ ചെയ്യേണ്ടത് 20ാമത്തെ വരിയിലെ അവസാനത്തെ ആള് ആരാന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് 20th ലൈനിലെ ലാസ്റ്റ് ടേം ഏതാന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് എക്സാമിന് വരാറ്. അപ്പോൾ മക്കൾ മിസ്സാക്കരുത്, നന്നായി പഠിക്കുക. അരിത്തമെറ്റിക് സീക്വൻസ് വരുന്ന ചാപ്റ്ററിന്റെ ഒരു 1 ഷോട്ട് റിവിഷനുമായിട്ട് നാളെ അസ്ലം സാറ് നമ്മുടെ ഏകന്റെ SSLC ചാനലിൽ വൈകിട്ട് 7 മണിക്ക് വരുന്നുണ്ട്. അപ്പോൾ മക്കളെ ക്ലാസ് മിസ്സാക്കരുത്. വൈകിട്ട് 7 മണിക്ക് കൃത്യം നമ്മുടെ ചാനലിൽ വരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക, ഞങ്ങളും കൂടെ ഉണ്ടാവും. ഓക്കെ, ബൈ ബൈ.